പണ്ടൊക്കെ ഒരു കാട്ടാനക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഏതാ 30, 40, 50 വരെ ഉള്ള ഒരു കൂട്ടമായിരുന്നു. ഒരു വലിയ കൂട്ടങ്ങളായിരുന്നു. അതിന് ഏറ്റവും പരിചയസമ്പത്തുള്ള ഒരു തള്ള ആന, മൈട്രിയാക്കാണല്ലോ, അതാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, ആ കൂട്ടത്തെ നിയന്ത്രിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത്, ഒരുപക്ഷെ നമ്മൾ ആനകളുടെ എണ്ണം കൂടിയത് നമുക്ക് ബോധ്യപ്പെടാൻ കാരണം 5, 6 അല്ലെങ്കിൽ 8 എന്നുള്ള ചെറിയ ചെറിയ കൂട്ടങ്ങളായി അത് ഫ്രാഗ്മെന്റഡായി മാറിയിട്ടുണ്ട്. അതിനെ നയിക്കുന്നത് പഴയതുപോലെ ഏറ്റവും പരിചയമുള്ളതല്ല, പരിചയക്കുറവുള്ളതായിരുന്നു. പണ്ടൊക്കെ നിങ്ങളൊക്കെ വനത്തിൽ പോകുന്നതല്ല, ഞാൻ എത്ര തവണ ഇവിടുന്ന് ഗവി വഴി പോയിട്ടുണ്ട്. അന്നൊക്കെ ആന അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട്, തേക്കടി ഞാൻ നടന്നു പോയിട്ടുണ്ട്. നടന്നു പോകുമ്പോൾ ആന സൈഡിൽ നിൽക്കുന്നുണ്ട്, അത് അതിന്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ഇതിനെക്കൂടെ നടന്നു. ഇപ്പൊ അങ്ങനല്ലോ, അക്രമാസക്തമാകുകയാണല്ലോ മനുഷ്യരെ. രണ്ട് കാര്യമാണ്. നമ്മൾ ഇതിനോടൊപ്പം തന്നെ ആവശ്യം വരുന്നുണ്ട്, നമുക്ക് ഗവിയിലേക്കുള്ള ടൂറിസം വർദ്ധിപ്പിക്കണം. എല്ലാ പ്രദേശത്തും ടൂറിസം ഒരു മനുഷ്യന്റെ പ്രധാന വരുമാന മാർഗമായി ഇന്ന് കേരളത്തിൽ മാറി. പക്ഷേ ഇതിന്റെ ആവാസ മേഖലയിലേക്ക് നമ്മൾ എത്രത്തോളം കടന്നു ചെല്ലുന്നോ അവിടെ അതിന്റെ ഫ്രാഗ്മെന്റേഷൻ, അവർക്ക് അതിനുള്ള ഒരു മേയാനുള്ള സ്ഥലം കുറയുന്നതനുസരിച്ചാണ് ചെറു ഹേർഡുകളാകുന്നത്, അവരിങ്ങോട്ടും വരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത്, ഇനി ആര് വന്ന് നിന്നാലും ശരി, വനം മന്ത്രിയല്ല, എല്ലാവരും കൂടെ വന്ന് നിന്നാലും ശരി, ഇപ്പുറത്ത് ചക്കയുണ്ടോ, ആന ഇങ്ങോട്ട്. ഈ ചക്കയുടെ ശല്യം നിൽക്കുമ്പോഴാണ് മറ്റൊരു കാര്യം കൂടെ ഇപ്പൊ ഗവൺമെന്റ് തന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ എല്ലാം കൂടെ ഒരു സഹായം കൂടെ ചെയ്തു കൊടുത്ത് പൈനാപ്പിൾ കൃഷി കൂടെ അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. വനത്തിന്റെ ഭൂമിയിലാണ് പ്ലാന്റേഷൻ കോർപ്പറേഷനും സ്റ്റേറ്റ് ഫാർമിംഗ് കോർപ്പറേഷനും ഇതൊക്കെ ചെയ്യുന്നത്. അവിടെ എല്ലാം തന്നെ ഇപ്പോൾ പൈനാപ്പിൾ കൃഷി കൂടെ തുടങ്ങി. അന്നേരം ഈ ആനയെ വിളിച്ചു വരുത്തുന്നതിന്റെ യഥാർത്ഥ റെസിപ്പി, രുചിക്കൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണെന്ന് പറയാം. പക്ഷെ ഞാൻ നേരെ റാന്നിയിൽ വന്നുകൊണ്ട് കർഷകൻ അടുത്തവണ മുതൽ ചക്ക അല്ലെങ്കിൽ വളർത്തരുത് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിനോടകം തന്നെ ഞാനൊരു നിർദ്ദേശം വെച്ചു, എന്റെ ഉദ്യോഗസ്ഥരത് സ്വീകരിച്ചു വരുന്നത്. അടുത്ത സീസൺ മുതൽ ചക്ക പഴിക്കുന്നതിന്റെ മുമ്പേ വനം വകുപ്പ് തന്നെ ഇതങ്ങ് ശേഖരിച്ചോളാം. ഞങ്ങള് സംസാരിച്ചോണ്ടിരിക്കില്ല, ആ ഒരു മര്യാദ വേണം. അല്ല, ഞാൻ പറഞ്ഞത് വനം വകുപ്പ് മുൻകൈ എടുത്ത്, ഞാൻ കൃഷി വകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ചു. ഇപ്പൊ മറ്റേ ഇടിച്ചക്ക പരുവത്തിനല്ല, നല്ല മാർക്കറ്റ് ഉണ്ട്, നല്ല ഡിമാൻഡ് ഉണ്ട്. നിങ്ങളിവിടെ സഹകരിച്ച് ദയവ് ചെയ്ത് ഇത് പഴുക്കാൻ അനുവദിക്കാതെ അതിന്റെ മുമ്പ് ഇങ്ങനെ കുറച്ച് മാറ്റി തരാം, കാശ് തരാം. വനം വകുപ്പിന് എന്തായാലും നഷ്ടം വന്നാലും ഞങ്ങൾ സഹിച്ചോളാം, ഇത് കാശ് തന്നത് ചെയ്യാം. അതേ ഉള്ളൂ ഇതിനൊക്കെ പരിഹാരം. ഞാൻ കർഷകന്റെ അടുത്ത് നാളെ മുതൽ ചക്ക അല്ലെങ്കിൽ പ്ലാവ് വെട്ടിക്കളയെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പക്ഷെ പ്ലാവ് ഉണ്ടെങ്കിൽ ചക്ക വഴുത്തു കഴിഞ്ഞാൽ എങ്ങനെയും ആന അവിടെ വരും, അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ നിലയിലേക്കുള്ള പദ്ധതികളാണ് ഇതിനാ ആലോചിക്കുന്നത്.